السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. وهذه عقيدة سنية سميتها الخالدة الباهية لطيفة صغيرة في الحجم لكنها كبيرة في العلم. വഹാദിഹി ഈ പറയാൻ പോകുന്നത് അതിന്റെ ശാസ്ത്രത്തിന് ഷറായി പറയും. അഖീദത്തുൻ അഖീദ വിഷയത്തിലുള്ള ഒരു കിതാബാണ്. സംഗതിയിൽ പറയുന്ന ഇതാണ്. ഹാദിഹി എന്ന് മുഫ്രദായ ഇഷാറത്തിന്റെ ഇസ്മ കൊണ്ട് പറഞ്ഞത് കൊണ്ട് അഖീദത്തുൻ എന്ന് മുഫ്രദാക്കി പറഞ്ഞതാണ്. സംഗതി ഈ കിതാബിൽ അഖീദ വിഷയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അഖായിദ് എന്നാണുള്ളത്. പക്ഷെ ആദിഹിക്കാവുമ്പം മുഫ്രദ് ആണല്ലോ ആദിഹി. അപ്പോ ഖബറും അങ്ങനെയുള്ള മുഫ്രദാണെന്നുള്ളത്. ആദിഹി അഖീദത്തുൻ ഇത് ഒരു അഖീദയുടെ കിതാബാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന കിതാബാണ്. സനിയ്യത്തുൻ നല്ല പ്രകാശപൂരിതമായ തിളങ്ങുന്ന ഒരു അഖീദയാണ്. സമ്മൈതുഹ ഈ അഖീദ കിതാബിന് ഞാൻ പേര് വെച്ചു അൽ ഖരീദത്തൽ ബഹിയ, നല്ല തിളങ്ങുന്ന മുത്തുകൾ എന്ന്. അതിൽ പറയുന്ന ഓരോ അഖീദകളും മുത്ത് സമാനമാണ്. നല്ല തിളങ്ങുന്ന ശോഭിക്കുന്ന മുത്തുകളെ പോലത്തെ ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതും വിശ്വസിച്ചിരിക്കേണ്ടതുമായ അഖീദകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് നല്ല പ്രശോഭിതമായ മുത്ത് എന്നർത്ഥം വരുന്ന അൽ ഖരീദത്തുൽ ബഹിയ എന്ന് നാമകരണം ചെയ്യപ്പെടും. കിതാബ് ലത്തീഫത്തുൻ വളരെ മാർദ്ദവമായതാണ്. എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊടുക്കോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് നല്ല ലത്തീഫായ കിതാബാണ്. സഗീറത്തുൻ ഫിൽ ഹജ്മി, ആ കിതാബിന്റെ ഹജ്മ് കൊള്ള നോക്കുമ്പോൾ ചെറുതാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ലഘു കൃതിയാണ് സംഗതി. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലാക്കിന്നഹ എങ്കിലും ഈ പറയാൻ പോകുന്ന അഖീദ കബീറത്തുൻ ഫിൽ ഇൽമി, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് മുഖ്യമായി അഖീദകൾ തന്നെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനേക്കാൾ മുഖ്യമായതില്ലല്ലോ. മറ്റൊന്ന് ഇഖ്ലാസുമായി ബന്ധപ്പെട്ട തസവ്വുഫ് അഥവാ ത്വരീഖത്ത്. ജമുൽ ജവാമിയൊക്കെ കാണിച്ചേക്ക്. ആദ്യം ഉസൂലുൽ ഫിഖ് പറഞ്ഞതിന് ശേഷം ഉസൂലുദ്ദീൻ അഖായിദ് പറഞ്ഞു. അഖായിദിന്റെ അവസാനത്തിൽ ചുരുങ്ങിയ തോതിൽ തസവുഫിനെ കുറിച്ചും പറഞ്ഞു. എന്നേക്ക് ഇവിടെ ജമീൽ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി വിശദമായിട്ട് തസവുഫിന്റെ വിഷയവും വരുന്നുണ്ട്. അപ്പോ ഇൽമിന്റെ വിഷയങ്ങളെ നോക്കുമ്പം വലിയ ഇൽമിന്റെ കിതാബുകളെ ഒപ്പം നിർത്താൻ പറ്റും. അത്ര വലിപ്പമില്ലെങ്കിലും തത്വത്തിലും ആശയത്തിലും വലിയ വലിയ അഖീദന്റെ കിതാബുകളിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഷറഹ് വഹാദിഹി അഖീദത്തുൻ എന്ന് പറഞ്ഞ ഈ ജുംല അത്ഫുൻ അലാ ജുംലത്തി അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ജുംലമ്മക്ക് അത്ഫായിട്ടാണ് വഹാദിഹി അഖീദത്തുൻ എന്ന് പറയുന്ന മുത്തയും ഖബറും കൂടിയ ജുംല. വസ്മുൽ ഇഷാറത്തി ഹാദിഹി എന്ന മുഅന്നസായ ഇഷാറത്തിന്റെ ഇസ്മ് ആയിദുൻ അത് മടങ്ങുന്നത് അൽ ഇബാറാത്തി ഇബാറത്തുകളുടെ മേല വാക്യങ്ങളിലേക്കാണ്. ഏത് വാക്യങ്ങള്? ഇവിടെ ദുന്യാവ് ഖാരിജിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷേ അൽ മുതഖദ്ദിമത്തി ദിഹ്നൻ ലഫ്ളിൽ ഇവിടെ മുൻകടന്നിട്ടില്ല. ഈ അഖീദന്റെ കിതാബിന്റെ ഇബാറത്ത് ലഫ്ളിൽ വന്നിട്ടില്ല, പക്ഷേ ദിഹ്നിൽ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ദിഹ്നിൽ ഹാദറാക്കപ്പെട്ട ഈ ഖരീദത്തുൽ ബഹിയ എന്ന കിതാബിലേക്കാണ് ഷർത്ത്.
ശരിക്ക് ഹാദി കൊണ്ടിട്ട് ഹിസ്സിലേക്കും ഖരീബിലേക്കുമാണ് ഇഷാറത്ത് ചെയ്യുക. അതിനുപയോഗിക്കുന്ന ഹാദിഹി എന്ന ഇഷാറത്തിന്റെ ഇസ്മ തന്നെയാണ് ദിഹിനിൽ ഹാമറാക്കപ്പെട്ടതായ ഇബാറത്തുകളിലേക്കാണ് ഇഷാറത്ത് എന്ന് മാത്രം. നസ്സലഹ, ഈ ദിഹിനിൽ ഹാമറാക്കപ്പെട്ട, ഈ മുന്തിക്കപ്പെട്ട ഈ ഇബാറത്തുകൾക്ക് ഇറക്കിയതാണ് മൻസിലത്തുൽ ഹാളിരി, ഖാരിജിൽ ഹാളിറായ ഇബാറത്തിന്റെ സ്ഥാനത്ത്. അൽ മഹ്സൂസി ബിൽ ബസ്വരി, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ദൃശ്യയോഗ്യമായ ഹാളിറായ ഇബാറത്തുകളുടെ സ്ഥാനത്തിറക്കിയിട്ട് കൽബിൽ ഹാളറാക്കപ്പെട്ട ആ ഇബാറത്തുകളിലേക്കാണ് ഹാദിഹി കൊണ്ടുള്ള ഇഷാറത്ത്. മജാസാണ്. എന്നിട്ട് ഈ കണ്ണുകൊണ്ട് കാണപ്പെടുന്ന മഹസൂസായ ഹാളിറത്തിന്റെ സ്ഥാനത്ത് ദിഹിനിൽ മുന്തിക്കപ്പെട്ടതായ ഇബാറത്തുകളിലേക്ക് ഇറക്കുകയും എന്നിട്ട് ആ മഹസൂസിന്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട മാഖൂലായ ഈ കിതാബിനെ പറ്റിയിട്ട് ലഫ്ദുൽ ഇഷാറ ഹാദിഹി എന്ന ഇഷാറത്തിന്റെ ലഫ്ദ് പറഞ്ഞതാണ്. ഹാദിഹി എന്ന് പറഞ്ഞത് അൽ മൗദൂഉ ലികുല്ലി ഹാദിരി മഹ്സൂസിൻ, ഹെസ് കൊണ്ട് ഇദ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഹാളറായ വസ്തുവിനാണ് ഹാദിഹി എന്ന ഇഷാറത്ത്, ഖരീബിലേക്കും ആയിരിക്കും. എന്നാൽ ഹാദിഹി എന്നത് മഹസൂസായ ഹാളറായ വസ്തുവിലേക്കാണ് ഇഷാറത്ത് ചെയ്യുന്നത്. മാത്രവുമല്ല വഖ്താറ മുസന്നിഫ് തങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു അൽ ലഫ്ദുൽ മൗദൂഅ ലിൽ ഖരീബി, ഖരീബായ മഹ്സൂസിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാദിഹി എന്ന മുഅന്നസ്. ഹാദ എന്ന മുദക്കറും ഹാദിഹി എന്ന മുഅന്നസും രണ്ടും ഖരീബിലേക്ക് ഇഷാറത്ത് ചെയ്യാനുള്ളതാണ്. അപ്പൊ കൽബിൽ ഹാദിറായി താമായ ഹദൂർ താമുണ്ട് എന്നതുകൊണ്ടായിരിക്കാം മഹ്സൂസിലേക്കാണെന്ന് മാത്രമല്ല ഖരീബായ മഹ്സൂസിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാദിഹി ഉപയോഗിച്ചത്. അതെന്തിനാ അങ്ങനെ ഖരീബിലേക്ക് ഉപയോഗിക്കുന്ന ഹാദി ഉപയോഗിക്കാൻ കാരണം? ലിത്തംബീഹി, അത് ഖാരിഇനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല അന്നഹ, ഈ ഇബാറത്തുകൾ ഖരീബത്തു തനാവുരി, ഉപയോഗിക്കാൻ വളരെ അടുത്തതാണ് എന്ന് പറഞ്ഞാൽ സഹലത്തുൽ ഹുസൂൽ, അത് കരസ്ഥമാക്കൽ എളുപ്പമായതാണ്. അതുകൊണ്ട് അത് ഖരീബിലേക്ക് ഇഷാറത്ത് ചെയ്യുന്ന ഇസ്മ ഉപയോഗിച്ചു. മാത്രവുമല്ല വലുതാ അഫ്റദൽ ഖബറ, ഹാദിഹി എന്ന് പറഞ്ഞതിന് ഖബറായിട്ട് അഖീദത്തുൻ എന്നാ പറഞ്ഞത്, അഖായിദുൻ അല്ല. ഈ കിതാബിലേക്കാണ് ഇഷാറത്ത് എന്നുകൊണ്ട് അഖീദത്തുൻ എന്ന് മുഫ്രദാക്കി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കിതാബിലുള്ള ഇബാറത്തുകൾ ഫീ നഫ്സിയ, യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അഖായിദു കസീറ, ഒരു അഖീദൊന്നുമല്ല. ഒരു മനുഷ്യൻ മുഅ്മിനാകാൻ വേണ്ട വിശ്വാസ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോ ജമ്മാക്കി പറയണം, ആ അർത്ഥത്തിനല്ല, ഈ കിതാബ് എന്ന അർത്ഥത്തിന് അഖീദ വിഷയം പറയുന്ന കിതാബ് എന്നുള്ള അർത്ഥത്തിന് മുഫ്രദാക്കിയിട്ട് അതിഹി അഖീദത്തുൻ എന്ന് പറഞ്ഞു. അഖീദക്കിന്റെ ഒരു സിഫത്ത് സനിയത്തുൻ, സനിയ എന്നത് നിസ്ബത്തുൻ ഇല സന, സനാ അല്ല, ബിൽ ഖസ്രി, മംദൂദ് അല്ല, മഖ്സൂറായിട്ട് സന എന്നതിലേക്കാണ്. എന്താ സന? ഹുവ, സന എന്ന് ഖസ്റു കൊണ്ട് പറയുമ്പോൾ അന്നൂർ, നൂർ അഥവാ പ്രകാശം, വെളിച്ചം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അഖീദത്തുൻ സനിയ, നല്ല പ്രശോഭിതമായി തിളങ്ങുന്ന ഒരു അഖീദയുടെ കിതാബാണ്. ഇനി എന്നതുകൊണ്ട് മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നഹ, ഈ കിതാബ് വാളിഹത്തു ദലാലത്തി അലാ മാനിഹ, ഈ കിതാബിന്റെ ഇബാറത്തുകൾ ഉൾക്കൊള്ളുന്ന മാനകളുടെ മേൽ ദലാലത്ത് അറിയിക്കുന്ന വിഷയത്തിൽ വളരെ വാദിഹ, കെട്ടിക്കൊടുക്കുന്നില്ല, വളരെ വ്യക്തവും സ്ഫുടവുമായ ഭാഷയിലാണ് പറയുന്നത്. സമ്മൈതുഹ, ഈ അഖീദ കിതാബിന് ഞാൻ പേര് വെച്ചു അൽ ഖരീദത്തുൽ ബഹിയ. എന്ത് പേര് വെച്ചു? ഖരീദത്തുൽ ബഹിയ എന്ന് പേര് വെച്ചു. അഖീദ ഹാദിഹി അഖീദത്തുൻ, ഒരു അഖീദയാണ്. എങ്ങനത്തെ അഖീദ? ആ അഖീദന്റെ കിതാബിന് ഞാൻ പേര് വെച്ചത് അൽ ബഹി, ഖരീദത്തുൽ ബഹിയ എന്നാണ്. സിഫത്തു അഖീദത്തുൻ എന്ന് പറഞ്ഞതിന്റെ സിഫത്താണ് സമ്മൈതുഹൽ ഖരീദത്തുൽ ബഹിയ എന്ന്. ഇവിടെ ഇപ്പൊ പേരാണ്, പേര് എന്ന് വെച്ചാൽ മതി. പക്ഷേ അതിന്റെ ലോകത്ത് മാൻ എന്താണ്? വൽ ഖരീദത്തു ഫിൽ അസ്ലി, അസ്ലുൽ ലോകത്തിൽ അറബി ഭാഷയുടെ അടിസ്ഥാനത്തിൽ
ഖരീദ എന്ന് പറഞ്ഞ അല്ലുലു മുത്ത് ന്നാ. എങ്ങനത്തെ മുത്ത്? അല്ലത്തി ലം തുസ്ഖബ്, കോർക്കാൻ വേണ്ടി ഓട്ടത്തുളക്കലുണ്ട്. അങ്ങനെ ഓട്ടത്തുളക്കാതെ ചിപ്പിയിൽ നിന്ന് കിട്ടിയ അപ്പടിയുള്ള മുത്തിനാണ് ഖരീദത്ത് എന്ന് പറയാം. ഞാൻ മാലയെ കോർക്കാൻ വേണ്ടിയിട്ട് ഓട്ടത്തുളക്കുമ്പോഴാണ് വേറെ പേര് വരുന്നത്. അസല് ലോകത്ത് പ്രകാരം ഖരീദ എന്ന് പറഞ്ഞാൽ ചിപ്പിയിൽ നിന്നിട്ടും പുറത്തെടുക്കപ്പെട്ട തുളയിടാത്ത മുത്ത്. ഇവിടെ ഇപ്പൊ മുത്ത് മാന വെച്ചാൽ മതി നമ്മള്. ബഹിയ എന്ന് പറഞ്ഞാൽ എന്താ? നാത്തുൽ ഖരീദ, എങ്ങനത്തെ മുത്ത്? ബഹിയായ ബഹാ എന്ന് പറഞ്ഞാൽ ദിയാ, നല്ല വെളിച്ചമുള്ളത്, തിളങ്ങുന്നത്, പ്രകാശിക്കുന്നത് നമുക്ക്. എന്നിട്ട് വസ്താറ, മുസന്നിഫ് തങ്ങൾ ഇസ്തിയാറത്ത് ചെയ്തതാണ്. ഇത് മുഷാബഹത്താവുന്ന അലാഖത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മജാസാണല്ലോ. പോയി മുഷാബഹത്താവുന്ന അലാഖത്തിന്റെ അടിസ്ഥാനത്തിൽ മജാസ് ഉപയോഗിക്കുമ്പോൾ അതിന് ഇസ്തിയാറത്ത് എന്നാ പറയും. എന്തിനാണ് ഇങ്ങനെ ഖരീദത്തുൽ ബഹിയ എന്ന് ഈ കിതാബിന് പേരിടാൻ കാരണം? ലിയുതാബിഖൽ ഇസ്മു അൽ മുസമ്മ, കിതാബിന് കൊടുക്കുന്ന പേര് അത് ഉൾക്കൊള്ളുന്ന വിഷയവുമായി ഒത്തുവരട്ടെ എന്ന് പറഞ്ഞാൽ വിലയേറിയ തിളക്കമാർന്ന മുത്തുകളെ പോലെയുള്ള അഖീദകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തിളക്കമാർന്ന മുത്തുകളെ പോലത്തെ അഖീദകൾ പറയുന്ന കിതാബിന് തന്നെ ആ പേരാണ്ട് ഖരീദത്തുൽ ബഹിയ. ഇങ്ങനെ പേര് പറഞ്ഞതിന് ശേഷം സുമ്മദ് അക്റാ മുസന്നിഫ് തങ്ങൾ പറഞ്ഞു മിൻ നുഅ്തിഹാ, ഈ കിതാബിന്റെ സിഫ്തുകളിൽ നിന്നിട്ടും പറഞ്ഞു മാ ഐളൻ, ഇതൊരു സിഫ്ത് തന്നെയാണ്. അത് ഇസ്മു മുസമ്മി വെക്കുക എന്നുള്ള എനിക്ക് അതിന്റെ പുറമെ യഖ്തളി റഗ്ബത ഫീ തനാവുലിഹ, ഈ കിതാബ്, ഈ അഖീദ അഥവാ ഖരീദത്തുൽ ബഹിയ എന്ന കിതാബ് ഉപയോഗിക്കുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തേടുന്ന ചില സിഫ്തുകൾ പറഞ്ഞു. ഫഖാല, മുസന്നിഫ് തങ്ങൾ പറയാം, ഹിയ, ഈ അഖീദ, ഇത് ഖരീദത്തുൽ ബഹിയ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ അഖീദ ലത്തീഫത്തുൻ, വളരെ ലോലമായതാണ്, മാർദ്ദവമായതാണ്. ലത്തീഫത്ത് എന്നത് ലുത്ഫ് എന്നതിൽ നിന്നിട്ട് പിടിക്കപ്പെട്ടതാണ്. ലത്തീഫത്ത് അതിന്റെ ഫഈലത്ത് വസ്ന. ലുത്ഫ് എന്ന് പറഞ്ഞാൽ ളിദ്ദുൽ കസാഫത്തി, നല്ല തിങ്ങിയത്, കടുപ്പമേറിയത്, കട്ടിയുള്ളത് എന്നൊക്കെ പറയുന്ന കസാബത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്ന ലഫ്ളാണ് ലുത്ഫ്. മിൻ ലത്തുഫ, അസ്ല് ലത്തുഫയാണ്, കറുമ പോലെ. അതിന്റെ അർത്ഥം ചുരുക്കത്തിൽ ദക്ക എന്നോ റക്ക എന്നോ അർത്ഥത്തിനുള്ള കറുമ പോലത്തെ ലത്തുഫ. ലത്തുഫന്റെ അർത്ഥമാണ് പറയുന്നത് ദക്ക ഔ റക്ക, ദഖീഖായത് അല്ലെങ്കിൽ റഖീഖായത് എന്നുള്ള അർത്ഥം. ചുരുക്കത്തിൽ ഫല്ലത്തീഫു. അപ്പോൾ കിതാബ് ലത്തീഫാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അസ്സഗീറുൽ അജ്മി, അതിന്റെ മൊത്തം തടി വളരെ ചെറുതാണ്. വറഖീഖുൽ ഖിവാമി, വളരെ നേർത്ത നിരക്കാണ് അതിന്റെ തടിയുള്ളത്. ഇതൊരർത്ഥമാണ് അത് ദഖീഖ് എന്നുള്ളത്. ഇനി റഖീഖ് ആണെങ്കിലോ ഷഫാഫ് അല്ലദീ ലാ യഹ്ജബു മാ വറാഅഹു, തെളിഞ്ഞത്, അതായത് ഗ്ലാസ് പോലെ, അല്ലെങ്കിൽ നമ്മളെ നേർത്ത പ്ലാസ്റ്റിക് സഞ്ചികളൊക്കെ ചെയ്യേ, ഉള്ളിൽ എന്തിട്ടാലും പുറത്തുനിന്ന് കാണുന്ന ആ അർത്ഥത്തിൽ റഖീഖാണ്. ഷഫാഫ് എന്ന് പറഞ്ഞാൽ അല്ല യഹ്ജബു മാ വറാഅഹു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഷഫാഫ് ആണെങ്കിൽ ഉള്ളിലുള്ളത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊടുക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ആശയങ്ങൾ വളരെ ലളിതമായ നിലക്ക് അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന നിയമങ്ങളും വിധിവിലക്കുകളും കണ്ടെത്താൻ പ്രയാസരഹിതമായത് എന്നർത്ഥം. ഏതുപോലെ ഷഫാഫ് കസുജാജ്, ഗ്ലാസ്, പളുങ്കിന്റെ ഉള്ളിൽ എന്തുണ്ടായാലും പുറത്തു നോക്കിയാൽ കാണുമല്ലോ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എന്ന് പറഞ്ഞ പോലെ കുപ്പിന്റെ ഉള്ളിൽ എന്ത് വെച്ചാലും പുറത്തു നോക്കിയാൽ കാണുമല്ലോ. അങ്ങനത്തെ ഉള്ളിന്ന് ഉള്ളത് പുറത്തുനിന്നേ നോക്കിയാൽ കാണുന്ന ഷഫാഫിനെ പറ്റിയിട്ടും ലത്തീഫ് എന്ന് പറയാറുണ്ട്. അപ്പോ പക്ഷെ ഇത് സാധാരണ നമ്മൾ ഇവിടെയൊക്കെ കിതാബുൽ ഖൗസ് പറയുമ്പോൾ അങ്ങനെ പറയാം. പക്ഷെ അള്ളാഹു ലത്തീഫും ബിഇബാദിഹി എന്ന് പറഞ്ഞാണല്ലോ, അവിടെ ഈ അർത്ഥം വെക്കാൻ കഴിയൂലല്ലോ. ഇവിടെ രണ്ടർത്ഥം പറഞ്ഞു, ആ രണ്ടർത്ഥവും അസ്ൽ ലത്തീല് അതിന്റെ മാനയാണ്. പക്ഷെ ഈ അർത്ഥം അള്ളാഹുവിനെ സ്വത്തായിട്ട് വരുമ്പോൾ പറ്റൂല. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി എന്നൊക്കെ പറഞ്ഞോർത്ത് അതാ ഫൈദാ ഉത്ലിഖ,
ഈ ലത്തീഫ് എന്ന സിഫത്ത് പറയപ്പെടുമ്പോൾ ബിഹാദൽ മാന, ഈ അർത്ഥം വെച്ചിട്ട് ദക്ക ഔ റക്ക എന്ന അർത്ഥത്തിന് വെച്ചിട്ട് ലത്തീഫ് എന്ന ലത്തുഫയിൽ നിന്നിട്ടുള്ള ലത്തീഫ് എന്ന അള്ളാഹുവിന് മേൽ പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത് അസ്ല് ലോത്തുമാന അള്ളാഹുവിന് മുഹാലാണ്. അപ്പൊ അതിന്റെ ലാസിമമാന മുറാദാക്കണം. അത് നമ്മൾ നേരത്തെ തന്നെ ഒരു കായികയായിട്ട് പറഞ്ഞു. ഒരു ലഫ്ളിന്റെ അസ്ല് ലോകത്തിലുള്ള മാന, ആ മാന മുഹാലാണ് അള്ളാഹുവിന് എങ്കിൽ അതിന്റെ ലാസിമമാന കുഴപ്പമുണ്ടാവില്ല. ലാസിമാന ഇവിടെ ലാസിമാന മുറാദ. അപ്പൊ മാനാഹു, അപ്പൊ അള്ളാഹു ലത്തീഫാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അൽ ആലിമു ബിഖഫിയാത്തിൽ ഉമൂർ, എത്രേ അവ്യക്തമായ രഹസ്യമായ മറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി എന്ന് പറഞ്ഞത്. അള്ളാഹു തആല അവന്റെ അടിയാറുകളെ സംബന്ധിച്ച് എല്ലാം പുറത്തുള്ളതുപോലെ ഉള്ളിലുള്ളതും ഉള്ളിലുള്ളതുപോലെ പുറത്തുള്ളതും ഒരുപോലെ സൂക്ഷ്മമായി അറിയുന്നവൻ എന്ന മാനയാണ്. അതിപ്പോ അതിന്റെ ലാസിമാനയാണ്. അസ്ല് മാന എന്താണ്? കുപ്പി പോലെ പുടമായത് പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിക്ക് കാണും, ഉള്ളിലുള്ളത് പുറത്തുനിന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒന്നും അവ്യക്തമല്ല. തൻ്റെ അടിയാറുകളുടെ ഉള്ളിലുള്ളത് മുതൽക്ക് എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ലാസിമാനെ ചൂർത്തോണം. ലിമാമറ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മിൻ അന്നൽ ലഫ്ള ഇദാ ഔഹമ ഖിലാഫൽ മുറാദി ഫീ ഹഖിഹി തആല, അല്ലാഹുവിന്റെ വസ്ഫായി വരുന്ന ഒരു ലഫ്ള് അതിന്റെ ലാഹിർ മാന അല്ലാഹുവിന്റെ ഹഖിൽ ഉദ്ദേശിക്കാൻ പറ്റാത്തതാണ്, ഖിലാഫുൽ മുറാദാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ യുറാദു മിൻഹു ലാസിമുഹു, ആ മാനന്റെ ലാസിം മാന മുറാദാക്കും. ലാസിം മാനക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നേലും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു വസ്തു വളരെ ഷഫാഫാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എവിടെ എന്തുണ്ടെങ്കിലും പുറത്തുനിന്ന് നോക്കിയാൽ കാണുമല്ലോ. അപ്പോ എത്ര മറഞ്ഞ് പടപ്പുകളെ സംബന്ധിച്ച് എത്ര വൈബായ മറഞ്ഞതാണെങ്കിലും അതെല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല എന്ന അർത്ഥത്തിൽ വരും അല്ലാഹു ലത്തീഫും ബിഇബാദിഹി. ഇനി വേറൊരു ലത്തുഫുണ്ട്. വഅമ്മാ ലത്തുഫ ലതഫ കനസറ, ലതഫ യൽതുഫു, നസറ യൻസുറു വസനിൽ വരുന്നുണ്ട്. ഫമഅനാഹു, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അല്ലാഹു തആല അടിയാറുകൾക്ക് ലത്തീഫാണ് എന്ന് പറയുമ്പം അതിന്റെ മാന അഹ്സന വ അൻഅമാണ്. ഇഹ്സാൻ ചെയ്തു, നിഅമത്ത് ചെയ്തു, ആ അർത്ഥത്തിന് കുഴപ്പമില്ല. വമഅനാഹു ഫീ ഹഖ്ഖിഹി തആല വാഹിറുൻ, ഈ അർത്ഥത്തിന് ലതഫ യൽതുഫു എന്ന അർത്ഥത്തിനുള്ള ലത്തീഫ് അതിന്റെ മാന വാഹിറാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അൽ മുഹ്സിനു അൽ മുൻഇമു അലാ ഇബാദിഹി, തൻ്റെ അടിയാറുകൾക്ക് അങ്ങേ അറ്റം ഇഹ്സാൻ ചെയ്യുന്നവനും എണ്ണമില്ലാത്ത നിഅമത്തുകൾ ചെയ്യുന്നവനും എന്നുള്ള അർത്ഥം. ഈ രണ്ടർത്ഥവും ഒന്നാമത്തെ അർത്ഥം വെച്ചാല് അവിടെ ലാസിമാന മുറാദാക്കണം. അത് കർമ്മ പോലെ ലത്തുഫ യൽതുഫു. ഇനി നസറ യൻസുറു പോലെ ലത്തഫ യൽതുഫു ആണെങ്കിൽ വാഹിറാണ്, മുഹ്സിനാണ്, മുൻഇമാണ് എന്നുള്ള അർത്ഥം. വബിഹാദ, ഈ തഫ്സീൽ കൊണ്ട് അലിംത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വജ്ഹ മൻ ഫസ്സറ ലത്തീഫ, ലത്തീഫ് എന്ന് ഖുർആനിൽ വന്ന കെലിമത്തുകൾ അല്ലെങ്കിൽ ഹദീസിൽ വന്ന കെലിമത്തുകളെ ചില ഇമാമിങ്ങൾ തഫ്സീർ ചെയ്തിട്ടുണ്ട് ബിൽ ആലിമി ബിഖഫിയാത്തിൽ ഉമൂർ, എത്ര രഹസ്യമായ മറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എല്ലാം അറിയുന്നവൻ എന്ന ആ അർത്ഥം. അത് ഒന്നാമത് പറഞ്ഞ ലാസിമാണ്. ബിർറ് ചെയ്യുന്നവൻ, അടിയാറുകൾക്ക് ഇഹ്സാൻ ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ തഫ്സീർ ചെയ്തത് രണ്ടാമത്തെ മാന പ്രകാരമാണ്. ലതഫ യൽതുഫു പ്രകാരമാണ്, മറ്റേ ലത്തൂഫ യൽതുഫു പ്രകാരമാണ്. ഒന്നാമത്തെ മാന ലാസിം മാനയാണ്, രണ്ടാമത്തെ മാന ശരിക്കുള്ള ലഫ്ളിന്റെ മാന തന്നെയാണ്. വൽ മുറാദു ഹുന, ഇവിടെ ഇപ്പം മുസന്നിഫ് തങ്ങൾ ബെയ്ത്തിനെ പറ്റിയാണല്ലോ ലത്തീഫത്ത് എന്ന് പറഞ്ഞത്. വൽ മുറാദു ഹുന, ഇവിടെ മുഖദ്ദിമയിൽ മുസന്നിഫ് തങ്ങൾ പറഞ്ഞ ലത്തീഫത്തുൻ സഗീറത്തുൻ ലിൽ അജ്മി എന്ന് പറഞ്ഞ ലത്തീഫത്തുൽ മുറാദ് അൻഹാ ഖലീലത്തുൽ അൽഫാദി, ഒരർത്ഥത കുറഞ്ഞ വാക്യങ്ങളേ ഉള്ളൂ. എല്ലാ അഖീദയും പറഞ്ഞു, അതോടുകൂടി തസൗഫിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അതും പറഞ്ഞു. ആകെ ഉപയോഗിച്ചത് ഇത്ര വളരെ കുറച്ച് വെയ്ത്തുകളാണ്. ഒരർത്ഥത ഖലീലത്തുൽ അൽഫാദ് ലത്തീഫത്ത് തന്നെ. ഇനി മറ്റൊന്നുണ്ട്
സലിസത്തുൽ അൽഫാദി, ലഫ്ളുകൾ വളരെ സ്ഫുടമായ വാളിഹായ അർത്ഥമുള്ളതാണ്. എന്താണ് വാളിഹത്തുൽ അൽഫാവ് എന്നർത്ഥം. വൽ കുല്ലു സഹീഹുൻ, വളരെ ചെറുതാണെന്ന് പറഞ്ഞതും ശരിയാണ്, വളരെ വ്യക്തമായ വാഹിറായ അർത്ഥമുള്ളതാണെന്ന് പറഞ്ഞതും ശരിയാണ്. രണ്ടർത്ഥം വെക്കാം വായലവലി. അപ്പോ ഖലീലത്തുൽ അൽഫാവ് എന്ന അർത്ഥം വെച്ചാൽ ഫഖൗലു സഗീറത്തുൻ ഫിൽ അജമി എന്ന് പറഞ്ഞത് അൽ ഖദരി, അതിന്റെ ഖദർ ചെറുതാണ് എന്ന് പറഞ്ഞത് വസ്ഫു കാശിഫൻ. ആദ്യം പറഞ്ഞ ലത്തീഫത്തുൻ എന്ന് പറഞ്ഞതിന്റെ മായന ഒന്ന് വെളിവാക്കി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ലത്തീഫത്തിന്റെ അതേ അർത്ഥം തന്നെ സഗീറത്തുൻ ഫിൽ അജമി അൽ ബഷറു അൽ ഇൻസാനു എന്നൊക്കെ പറയും പോലെ ഒരു ലഫ്ള് പറഞ്ഞാൽ ആ ലഫ്ളിനെ അതിനേക്കാൾ വാളിഹായ വാഹിറായ ഒരു ഇബാറത്ത് കൊണ്ട് തഫ്സീർ കൊണ്ടുവരും എന്നതുപോലെയാണ് വെച്ചാൽ മതി. വസ്ഫു കാശിഫ ആകെ ചെറിയ കിതാബാണെന്ന് വെറുതെ പറയല്ല. അബിയാത്തുഹ, ആകെ ബെയ്ത്തുകൾ എണ്ണിയാൽ അഹദും വസബഊന ബൈത്ത, വെറും 71 ബെയ്ത്തേ ഉള്ളൂ. ഒരു 500-600 ബെയ്ത്ത് പറയാൻ മാത്രമുള്ള വിഷയങ്ങൾ ചുരുക്കി ഇങ്ങോട്ട് പറഞ്ഞിട്ട് വെറും 71 ബെയ്ത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വലമ്മാകാന ഹദൽ വസ്ഫു യൂഹിമു, ഏത് ചെറുതാണ് ഖദർ, ഹജ്മുകാരനെ ഖദർ എന്നാണ്. സഗീറത്തുൽ ഹജ്മാണ്, കുറഞ്ഞ ചെറുതാണ്, ഒരു ലഘു കൃതിയാണ് എന്ന് പറയുമ്പം യൂഹിമു, അത് തോന്നിപ്പിക്കുമല്ലോ. അന്നഹ ഖലീലത്തുൽ ഇൽമി, കുറഞ്ഞ ഇൽമേ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ ഹജ്മുള്ളത് കൊണ്ട് എന്ന് തോന്നിപ്പിക്കാം. അങ്ങനെ തോന്നിപ്പിക്കുന്നത് കൊണ്ട് ഇസ്തദറകഅലൈഹി, ഈ സഗീറത്തുൽ അജ്മി എന്ന് പറഞ്ഞ ഇത് ഖലീലത്തുൽ ഇൽമി എന്ന് തോന്നുന്ന ആ തോന്നലിനെ ഈഹാമിനെ ഇസ്തിദ്റാഖ് ചെയ്തു. ഈ ധാരണ അബദ്ധമാണ് എന്ന് വരുത്തി ആ പിഴവായ ധാരണയെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ലാകിന്നഹ കബീറത്തുൻ ഫിൽ ഇൽമി, ഹജ്മിൽ ചെറുതാണെങ്കിലും ഇൽമിൽ വളരെ വലുതാണ്. ഇൽമിൽ മാനി അൽ മദ്ലൂലത്തിലഹ, ഈ കിതാബിൽ പറയുന്ന ഇബാറത്തുകളുടെ മദ്ലൂലായി വരുന്ന മാനകൾ വളരെ മഹത്തരമാണ്. അതായിരിക്കും അതിന്റെ കാരണം എന്താ? ലിഅന്നഹ, ഈ കിതാബ് അതിന്റെ മാനകളെ നോക്കുമ്പോൾ ഇഷ്ടമരത്ത് അത് ഉൾക്കൊണ്ടിരിക്കുന്നു. അലാ ബയാനി മാ യജിബു ലില്ലാഹി തആല, അള്ളാഹുവിന്റെ വുജൂബായ സിഫത്തുകളെ ബയാൻ ചെയ്യുന്നുണ്ട്. ഒമാ യസ്തഹിലു, അള്ളാഹുവിന് മുസ്തഹിലായ സിഫത്ത് പറയുന്നുണ്ട്. ഒമാ യജൂസ്, അള്ളാഹുവിന് ജായിസായ സിഫത്ത് പറയുന്നുണ്ട്. വഅലാ മിസ്ലി ദാലിക ഫീ ഹഖ്ഖി റുസുലി അലൈഹിസ്സലാം, അംബിയാ മുർസലുകൾക്ക് വാജിബായതും മുസ്തഹീലായതും ജായിസായതുമായ സിഫത്ത് അതും പറയുന്നുണ്ട്. അതിന്റെ പുറമെ ഈ സിഫത്തുകളെല്ലാം ഉൾക്കൊള്ളുന്നതിന് പുറമെ വഅലൽ ബറാഹീനിൽ ഖത്ഇയ്യ, ഖണ്ഡിതമായ തെളിവുകളും ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലത്തി യഖ്റുജു ബിഹൽ മുക്കല്ലഫു, ഈ തെളിവിലൂടെ അഖീദ പഠിച്ചാൽ ഒരു മുക്കല്ലഫ് രക്ഷപ്പെടും. മിൻ റിബഖത്തി തഖ്ലീദ്, തഖ്ലീദ് എന്ന് പറഞ്ഞ കെട്ടിക്കൊടുക്കിൽ നിന്നിട്ടും ഇലാ നൂരി തഹ്ഖീഖ്, വസ്തുതാപരമായ അറിവ് എന്ന വെളിച്ചത്തിലേക്ക് വരും. ഹത്താ ലാ യകൂന ഫീ ഈമാനി ഖിലാഫുൻ, ഖണ്ഡിതമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അഖീദ പഠിച്ചാൽ സഹീഹാണെന്നുള്ളതിൽ തർക്കമില്ല. വെറും തഖ്ലീദ് മതിയോ പോരെ എന്ന് 2 അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഒഴിഞ്ഞു കിട്ടും ഈ ഖണ്ഡിതമായ തെളിവിലൂടെ. വസയത്തി, ഇനി വരാനിരിക്കുന്ന വിഷയമാണത്. ബയാനുൽ ഖിലാഫി ഫീ ഈമാനിൽ മുഖല്ലിദി, മുഖല്ലിദിന്റെ ഈമാൻ സഹീഹാണോ അല്ലേ എന്നത് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ വരും. തന്നെയല്ല, മൂന്നാമത്തത് ഒന്ന് ഈ സിഫത്തുകൾ ഉൾക്കൊള്ളുന്നു, രണ്ടാമത്തത് അതിന് ശക്തമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നു, മൂന്നാമത്തെ അല റദ്ദി അലാ അഹ്ലിൽ വലാലി, വഴിപിഴച്ച എല്ലാ ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ മേലുള്ള റദ്ദും ഈ കിതാബിൽ ഉൾപ്പെടുന്നു. ചിലയിടത്ത് തസ്രീഹൻ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്, വതൽവീഹൻ ഉഖ്റ ചിലപ്പോൾ സൂചനയായിട്ടുണ്ടോ. അത് പിന്നെ ഷറയിൽ പറയും. വഅല സമ്മയ്യാത്തി, നാലാമത്തെ ഭാഗം ഖുർആന് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടത്, അഖലിയ ബുർഹാൻ അല്ലാതെ സമ്മയ്യായ ഖുർആന് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട അതും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അഖീദന്റെ പുറമെ തസൗഫി, തസൗഫിൽ നിന്നിട്ട് കുറച്ച് ഭാഗം അതും പറയുന്നുണ്ട്. എങ്ങനത്തെ തസൗഫ്? അല്ലദീ ഹുവ ഹയാത്തുൻ നുഫൂസ്, ആത്മാവിന്റെ ജീവൻ തസൗഫിലൂടെയാണ്, അതും പറയുന്നുണ്ട്. കമാ സതറാ ദാലിക കുല്ലഹു ഇൻഷാ അല്ലാഹു തആല മുഫസ്സല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പിന്നീട് ഓതുമ്പോൾ മനസ്സിലാവും. വൈദാ ഖാല, അതുകൊണ്ടാണ് മുസന്നിഫ് തങ്ങൾ പറഞ്ഞ മുസ്തനിഫൻ ഫി ജവാബി സുആലി മുഖദ്ദരിൻ, ഒരു സാങ്കല്പികമായ ചോദ്യത്തിന്റെ മറുപടിയായിട്ട്. എങ്ങനത്തെ സാങ്കല്പിക ചോദ്യം? നശാ മിമ്മാ ഖബലഹു, മുമ്പ് പറഞ്ഞ വളരെ ചെറുതാണ് ലത്തീഫാണ് എന്ന് പറഞ്ഞതിനെ ഉത്ബലിപ്പിക്കും. അൽ തക്ഫി ഹാദിഹിൽ അഖീദത്തു അൽ മുകല്ലഫ ബി ദീനിഹി, ഒരു മുക്കല്ലഫായ മനുഷ്യന് ഈ ഇത്രയും ചെറിയൊരു
അഖീദ മതിയോ എന്നൊരു ചോദ്യം വരും. അതെ അതെ, കമാ യദുല്ലു അലൈഹി ഹാദൽ വസ്ഫു അല്ലദീ ഖദ്ദമഹു ലത്തീഫത്തുൻ സഗീറത്തുൻ ഫിൽ അജ്മി എന്ന് പറയുമ്പം ഇതുകൊണ്ട് എല്ലാ അഖീദയും കൂടി ഉൾക്കൊള്ളാൻ മതിയോ എന്ന്, ഔ ഹാദാ മിൻ ബാബിൽ മുബാലഗ, അങ്ങനെയും വെക്കാം. ഏത് സംഗതി ചെറുതാണ് എങ്കിലും ഇൽമിൽ മതി. തക്ഫീക ഇൽമൻ ഇൻ തുരിദ് അൻ തക്തഫി എന്ന് അടുത്ത് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.